ഒരു പത്രപ്രവർത്തകന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഹൃദയസ്പർശിയായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ സാധാരണ പത്രപ്രവർത്തകർ മറന്നുകളയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, പലരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്, പല നടിമാരുടെയും ജീവിതത്തിന്റെ അഗ്നി പരീക്ഷണങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ സിനിമാ പത്രപ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ലഭിച്ചു. ഒരു കാലത്ത് മധു വൈപ്പന സിനിമാ മംഗളത്തിന്റെ എഡിറ്ററായിരുന്നു. മധു വൈപ്പന എന്നെ തിരുവനന്തപുരം ലേഖകനായി നിയമിച്ചു സിനിമാ മംഗളത്തിൽ. എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമകളും സിനിമകളുടെയും സീരിയലുകളുടെയും ഒക്കെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ഞാനിന്ന് കലാകൗമുദിയുടെ സ്റ്റാഫും കൂടെയായിരുന്നു. കലാകൗമുദിക്ക് അന്നൊരു സിനിമാ വാരിക ഉണ്ടായിരുന്നു, വെള്ളി നക്ഷത്രം. ഒന്നതില്ല, സിനിമാ മംഗളമില്ല, വെള്ളി നക്ഷത്രം. അപ്പോൾ ഈ വെള്ളി നക്ഷത്രത്തിന് വേണ്ടിയും സിനിമാ മംഗളത്തിന് വേണ്ടിയും ഞാനിങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ സിനിമാ താരങ്ങളുടെ പിന്നാലെ നടക്കുമ്പോൾ ഒരു PR ആണ്, ആ PRന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹമാണ് പറഞ്ഞത്, ഈ ശ്രീലക്ഷ്മി ശ്രീകുമാർ ഏഷ്യാനെറ്റിന്റെ പുളിയറക്കോണത്തുള്ള ഓഫീസിലുണ്ട്, അവർക്ക് ഈ സിനിമാ മംഗളത്തിലും വെള്ളി നക്ഷത്രത്തിലും ഇന്റർവ്യൂ കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്, ഒന്ന് സഹായിക്കണം. ഞാൻ തീർച്ചയായും ഞാൻ പറഞ്ഞ് സഹായിക്കാം. അന്ന് ശ്രീലക്ഷ്മി ശ്രീകുമാർ ഒരു വിവാദത്തിൽപ്പെട്ടു. ജഗതിയും PC ജോർജും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ, പൂഞ്ഞാറ്റിലെ ഒരു വേദിയിൽ അവർ കയറിച്ചതും അച്ഛനെ കാണാൻ ശ്രമിച്ചതും ഒക്കെ ഒരു വാർത്തയായി മാറി. അന്ന് ശ്രീലക്ഷ്മി ശ്രീകുമാർ മലയാളത്തിൽ ഒരു വിവാദ നായികയായിരുന്നു. ജഗതി ശ്രീകുമാറിന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകൾ, കല എന്ന സ്ത്രീയിലുണ്ടായ മകളാണ് ശ്രീലക്ഷ്മി. തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ വീട്. കല എന്ന് പറയുന്ന സ്ത്രീയും ശ്രീകുമാറും തമ്മിലുള്ള ബന്ധം, അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് പുളിയറക്കോണത്ത് പോയത്. അപ്പൊ ആ കുട്ടി ഒരു സീരിയലിൽ അഭിനയിക്കുകയായിരുന്നു. ആ കുട്ടിക്കൊപ്പം അമ്മയും വന്നു. ജഗതിക്ക് ആക്സിഡന്റൊക്കെ വന്ന് അദ്ദേഹം അതിജീവനത്തിന് ശ്രമിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ആദ്യം ഞാൻ സംസാരിച്ചത് ശ്രീലക്ഷ്മിയുടെ അമ്മ കലയുമായിട്ടാണ്. അവർ പറഞ്ഞു ജഗതിയുമായിട്ടുള്ള ബന്ധം. അപ്പോ അന്നത്തെ കാലത്ത് ശ്രീലക്ഷ്മി ശ്രീകുമാറിന് അഭിനയ രംഗത്തേക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്ക് വല്ലാതെ വേദനിപ്പിച്ചു. എന്റെ മോളെ എനിക്ക് അഭിനയിക്കാൻ ഇറക്കിയേ പറ്റൂ, കാരണം അത്രയ്ക്ക് ഗതികേടിലാണ് ഞങ്ങൾ. എന്നെ പൊള്ളിച്ച ഒരു വാക്കായിരുന്നു അത്. പിന്നീട് ശ്രീലക്ഷ്മി വന്നു. ശ്രീലക്ഷ്മി ചേട്ടാ എന്ന് വിളിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ജഗതിയുടെ കുടുംബം അവരെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ കാരണം, ജഗതി ശ്രീകുമാറിനെ ഒന്ന് കാണാൻ ശ്രമിക്കാൻ, അവർ ഒന്ന് കാണാൻ വേണ്ടി മാത്രം അവർ കഷ്ടപ്പെട്ട ദിവസങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ ആ കുട്ടി ഒരു കൗമാരക്കാരി കുട്ടിയായിരുന്നില്ല, വളരെ പക്വത വന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയും ഞാനുമായി സംസാരിച്ച് നിൽക്കെ നടൻ മുകേഷ് അതുവഴി പോയി. അദ്ദേഹം വന്ന് ഏഷ്യാനെറ്റിൽ എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് എന്നായിരുന്നു എനിക്ക്, ബഡായി ബംഗ്ലാവാണെന്ന് തോന്നുന്നു. മുകേഷ് വന്ന് ഈ കുട്ടിയോട് സംസാരിച്ചു, എല്ലാം തോളിൽ തട്ടി ആ കുട്ടിയെ ആശ്വസിപ്പിച്ച ശേഷം പോയി. ആ കുട്ടി പറഞ്ഞത്, എനിക്കെന്റെ അച്ഛൻ എല്ലാമാണ്, എന്റെ അച്ഛന്റെ മകളാണ് ഞാൻ, അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എന്റെ അച്ഛനെ കാണാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭാര്യയും മക്കളും തടസ്സപ്പെടുത്തുന്നു എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ആ കുട്ടി അക്കാലത്ത് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. ഓടും രാജ, ആടും റാണി, അയ്യർ ദി പാകിസ്ഥാൻ, കാരണവർ, ഓർഡിനറി തുടങ്ങിയ സിനിമകളിലൊക്കെ ആ കുട്ടി അഭിനയിച്ചിരുന്നു. ആ കുട്ടിക്ക് ഒരുപാട് സിനിമകളിൽ വേഷങ്ങൾ ലഭിക്കാനുള്ള ഓഫറുകൾ ലഭിച്ചിരുന്നു. ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, സിനിമയിലും ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ ചാനൽ പരിപാടികളിലും ഒക്കെ അഭിനയിച്ചാൽ മാത്രമേ തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയൂ എന്നാണ്. അത് പറഞ്ഞപ്പോൾ ഞാൻ അതേപടി തന്നെ
വെള്ളി നക്ഷത്രത്തിലും സിനിമാമംഗളത്തിലും എഴുതി. പിന്നെ എനിക്ക് വന്ന ചില ഫോൺ കോളുകൾ ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. ആ കുട്ടി അഭിനയ രംഗത്തോടൊക്കെ വിടവാങ്ങി കല്യാണം കഴിഞ്ഞു പോയി. ജിതിൻ ജഹാംഗീറാണ് ആ കുട്ടിയുടെ ഭർത്താവ്. അദ്ദേഹം ഒരു പൈലറ്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശ്രീലക്ഷ്മി ശ്രീകുമാർ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം തുടരുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അതിലുപരി ഈ ജഗതിയുടെ കുടുംബം അവരെ തള്ളിക്കളഞ്ഞു എന്തിന് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ജഗതി ശ്രീകുമാറിന് ഒരുപാട് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ജീവനാംശം കുട്ടിക്കും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ തള്ളിക്കളഞ്ഞത് എന്നത് പച്ചയായ യാഥാർത്ഥ്യം. എന്തായാലും എന്റെ കൊച്ചുമോളെ ശ്രീലക്ഷ്മി, നിന്നെ മറക്കില്ല ഞാൻ ഒരിക്കലും. അതുകൊണ്ടാണ് എന്റെ പത്രപ്രവർത്തന ജീവിതത്തിന്റെ അവിശ്വസനീയമായ ഒരു നിമിഷം സിനിമ കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു വെച്ചത്. ഇങ്ങനെയുള്ള അവിസ്മരണീയമായ നിമിഷങ്ങളുമായി ഇനിയും സിനിമാ കേരളയിൽ ഞാനെത്തും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഇഷ്ടമില്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക്.